തലസ്ഥാനത്തും പണിമുടക്ക് പൂർണ്ണം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കെഎസ്ആർടിസി സർവീസുകൾ സ്തംഭിച്ചു. വിശദാംശങ്ങളുമായി അനന്തു VS ചേരുകയാണ്. അനന്തു, കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ബസ് സർവീസുകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ യാത്രക്കാരൊക്കെ വലിയ ദുരിതത്തിലായോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വളരെ വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ ഇപ്പോൾ ഉള്ളത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. ഈ ദീർഘദൂര ബസ്സുകൾ ഇവിടേക്ക് എത്തുന്നതല്ലാതെ ആകെ ഒരു ബസ് മാത്രമാണ് ഇന്ന് ഇവിടെ നിന്ന് സർവീസ് ആരംഭിച്ചത്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഒരു നെയ്യാറ്റിൻകരയിലേക്കുള്ള ഒരു ബസ്സാണ്. അത് പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് ഇവിടെ നിന്ന് പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ തന്നെ ജീവനക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ജനജീവിതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്കാണ് നടക്കുന്നത്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഗതാഗതം വളരെ സുഗമമായി നടക്കുന്നു. ട്രെയിനിൽ നിന്നും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ജനങ്ങളാണ് ഏറ്റവും അധികം വലയുന്നത്. കാരണം ഈ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള ഒരു മാർഗം പ്രധാനമായും KSRTC ബസ്സുകളാണ്. ആ KSRTC ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്താത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ വലിയ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അവർ ഈ ഓട്ടോ എല്ലാം ആശ്രയിച്ചാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ വാഹനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മെഡിക്കൽ കോളേജിലേക്ക് മാത്രമാണ്. മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കുമുള്ള രോഗികളെയും അങ്ങോട്ട് പോകുന്ന ആൾക്കാരെയും സഹായിക്കാൻ വേണ്ടി പോലീസ് രാവിലെ മുതൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. പോലീസിന്റെ വാഹനങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അവരെ ഈ ഓരോ വാഹനങ്ങൾ ഇടവിട്ട് ഈ RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും വിടുന്നു എന്നതൊഴിച്ചാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോയും അതോടൊപ്പം തന്നെ വളരെ ദുർലഭമായി ടാക്സി കിട്ടാനുണ്ട് എന്നുള്ളത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ യാത്രക്കാരെല്ലാം വളരെ വലിയ ദുരിതത്തിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ KSRTC ജീവനക്കാരാണ്. നേരത്തെ നമ്മൾ രാവിലെ കാണിച്ച ഈ ജോലിക്ക് സന്നദ്ധരായി ഇവിടെ എത്തിയ KSRTC ജീവനക്കാരാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ ബസ്സുകളെല്ലാം ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇവരുടെ ട്രിപ്പ് ഷീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവർ പറഞ്ഞിരുന്നു. ഈ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് പോകാൻ കഴിയൂ. പക്ഷേ ഒരു ഉറപ്പും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ബസ് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ബസ് എടുക്കാൻ അവർ തയ്യാറാണ്. മതിയായ സുരക്ഷ നൽകിയാലോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ അനുമതി നൽകിയാലോ അവർ ബസ് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗതാഗതം നടക്കാത്തൊരു സാഹചര്യം, പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ KSRTC സർവീസുകൾ ഉൾപ്പെടെ സ്തംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് അനന്തു VS.